ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് യാത്ര തുടങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി മെയിനായിട്ട് വേണ്ടത് ബസ്സിൽ എണ്ണ അടിക്കലാണ് മെയിൻ പരിപാടി എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് എണ്ണ അടിക്കാൻ പമ്പിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ നമ്മൾ പമ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടാങ്ക് എണ്ണ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി കുറച്ച് എണ്ണയുണ്ട്, പിന്നെ നമ്മൾ അടിക്കണമുണ്ട്. അങ്ങനെ ഫുൾ ടാങ്ക് എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഡീസലാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നിട്ട് ബില്ല് വന്നിട്ട് ഏകദേശം 17,301 രൂപ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തു. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ ലോഡ് കൃഷ്ണ കൊണ്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ കറക്റ്റ് ഫോട്ടോയും കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല വരുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ നേരെ വണ്ടിയിൽ കയറി. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ ടോളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടോളിലും കാര്യങ്ങളിലൊക്കെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോളും കാര്യങ്ങളൊക്കെ എത്തിയപ്പോൾ നമ്മൾ ടോളിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നേരെ ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബൂസ്റ്റ് പരിപ്പടാണ് കഴിച്ചിട്ടുണ്ടെന്ന്. ഇവരും കാര്യങ്ങളൊക്കെ നമ്മൾ ചായയും കാര്യങ്ങളെല്ലാം കുടിച്ച് നേരെ ഇറങ്ങിയത്. പിന്നെ നമ്മൾ കുതിരാനിലാണ്. അപ്പോൾ കുതിരാൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഗുഹ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഗുരുവായൂരിക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുതിരാൻ കഴിഞ്ഞ് കുറച്ച് ദൂരം നമ്മൾ ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 7-8 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗുരുവായൂരിലേക്കാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങനെ കുറച്ച് ദൂരം പോയി നേരെ ഗുരുവായൂരിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കുതിരാൻ കഴിഞ്ഞ് നേരെ നമ്മൾ വന്ന് നമ്മുടെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗുരുവായൂർ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ദർശനം കാണാൻ നടക്കുമായിരുന്നു. ബട്ട് നമുക്ക് ദർശനം കാര്യങ്ങളൊന്നും കിട്ടില്ല ഗൈസ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഡിലേ ആവാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെളിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് തൊഴുത് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇറങ്ങുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദർശനം കിട്ടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിലേ ആവും. പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്താൻ ഡിലേ ആവും. അതിനോട് നമ്മൾ നേരെ ദർശനം കാര്യങ്ങളൊന്നും കണ്ടില്ല, ജസ്റ്റ് തൊഴുത് ഇറങ്ങിയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് തൊഴുത് ഇറങ്ങി ഗ്യാസ്. നമുക്ക് തൃപ്രയറാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. നമ്മളപ്പോൾ തൃപ്രയർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നല്ല വണ്ടിയിൽ നല്ല ഉറക്കമൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മളപ്പോൾ നേരെ തൃപ്രയർ എത്തി. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളിവിടെ ചെറിയൊരു 18 മടിയും ചെറിയ അയ്യപ്പൻ്റെ ഒരു ചെറിയ വിഗ്രഹവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് അയ്യപ്പന്മാർ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടെ തന്നെ കിടക്കാനുള്ള പ്ലാനാണ്. നമുക്ക് നാളെ കാലത്ത് നേരത്തെ എണീക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉപ്പുമാവും അച്ചാറും പിന്നെ വന്നിട്ട് കുറച്ച് കിഴങ്ങ് കറിയായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം നമുക്ക് പായും കാര്യങ്ങളെല്ലാം കിട്ടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കിടക്കാൻ പോകും ഗൈസ്. അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ എണീക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ അയ്യപ്പന്മാരൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാർട്ടിലേക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇതുപോലത്തെ വ്യത്യാസമായി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.